പിണറായിയുടെ വത്തിക്കാൻ യാത്രയിൽ രാഷ്ട്രീയമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എന്താണ്? പിണറായി വിജയൻ്റെ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയം ഇല്ലാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വത്തിക്കാനിൽ പോയിട്ടുണ്ടെങ്കിൽ അതിലും രാഷ്ട്രീയം ഉണ്ടാവും, ഉറപ്പാണ്. ഹസ്തദാനത്തിനൊക്കെ സമയം ചോദിച്ചിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, അതും പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകൻ ആയ കമ്മ്യൂണിസ്റ്റ് നേതാവ്, ഒരു പ്രത്യേക മതത്തിൻ്റെ പരമാധികാരിയെ മീറ്റ് ചെയ്താൽ ഹസ്താനം ചെയ്താലും അതിൻ്റെ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം ഹസ്താനം കൊടുക്കാത്ത ആൾക്കാരുണ്ടാവില്ലേ? കേരളത്തിലെ ഏതെങ്കിലും ഒരു ശങ്കരാചാര്യർ വന്നാൽ അദ്ദേഹം ഹസ്താനം ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അത് രാഷ്ട്രീയമുണ്ട്. ആ ഹസ്താനം ചെയ്യാതിരിക്കുന്നതിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടല്ലേ? അങ്ങനെയെങ്കിൽ ചെയ്യുന്നതിലുണ്ട്. അപ്പോൾ ഹസ്താനം കൊടുത്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം ഉണ്ടാവും. അത് ആരുമായിക്കോട്ടെ, ഇനി കാന്തപുരമായിട്ടായാലും ഒരു ശങ്കരാചാര്യരായിട്ടായാലും മറ്റേതെങ്കിലും സന്യാസിയായിട്ടായാലും ഒരു ക്രിസ്തീയ സഭയുടെ തലവനുമായിട്ടായാലും ഉറപ്പായിട്ടും രാഷ്ട്രീയമുണ്ട്. ഇലക്ഷൻ മുന്നിലുണ്ട്, ധൃതി പിടിച്ചാണ് പോകുന്നത്. അതിനൊക്കെ പാകത്തിനുള്ള പല രാഷ്ട്രീയ മാറ്റങ്ങളും കേരളത്തിലുണ്ടായി. പിന്നെ പിണറായി വിജയൻ ആദ്യമായിട്ടല്ല വത്തിക്കാനിൽ പോണേ, മുമ്പ് പോയിട്ടുണ്ട്. മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന നായനാരുടെ ഒപ്പം അദ്ദേഹം പോയിട്ടുണ്ട്. അന്നത്തെ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമനെ കണ്ടിട്ടുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വളരെ സരസമായിട്ട് നായനാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ പോപ്പ് ഔട്ടിരിക്കണ കണ്ടു. എന്താ പോപ്പയെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. പോപ്പ് എനിക്കൊരു ഷെയ്ക്കാൻ്റെയൊക്കെ തന്നു. പിന്നെ എൻ്റെ ഒപ്പം ജോസഫ് ഉണ്ടായിരുന്നു, അവൻ കൈ മുത്തുമൊക്കെ ചെയ്തു. ഞാൻ മുത്തിയൊന്നുമില്ല. പിന്നെ അങ്ങേർക്കൊരു ഭഗവത്ഗീത കൊടുത്തു, ഇതൊക്കെ വായിച്ചാൽ നന്നായിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് നായനാർ സരസമായിട്ട് അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ അങ്ങനെ സരസമായിട്ട് അവതരിപ്പിക്കുന്ന ആളായിരിക്കില്ല. പക്ഷേ അദ്ദേഹം പോകുമ്പോൾ ഒരു ക്രിസ്ത്യൻ നേതാവ് കൂടെയുണ്ട്, കെ വി തോമസ്. പോക്ക് കൃത്യമായിട്ടും കത്തോലിക്ക സഭയുടെ അറിവോടും സമ്മതത്തോടും അവരുടെ തന്നെ താല്പര്യത്തോടും കൂടി തന്നെയായിരിക്കും പോകുന്നത്. കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് നിലവിൽ താല്പര്യം പിണറായി വിജയനല്ല, UDF ആണ്. എങ്കിലും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ ഈ ഒരു സന്ദർശനത്തിനെതിരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. കെ വി തോമസ് അതിനുള്ള കരുനീക്കങ്ങൾ നടത്തിയിട്ടുണ്ടാവും. മാത്രമല്ല, കേരള കോൺഗ്രസ് മാണി വിഭാഗം, ജോസ് കെ മാണി, അവരുടെ താല്പര്യം കൂടി ഇതിനകത്തുണ്ടാവും. കാരണം അവർ റോമൻ കത്തോലിക്കരാണല്ലോ. റോമൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണ് പോപ്പ് എന്ന് പറയുന്നത്, വത്തിക്കാനിലെ പോപ്പ്. അവരുടെ കീഴിലാണ് റോമൻ കാത്തലിക് ആണെങ്കിലും ലാറ്റിൻ കാത്തലിക് ആണെങ്കിലും ഈ സഭകളെല്ലാം വരുന്നത്. അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 20% ക്രിസ്ത്യൻസ് വരുന്നതിൽ അത്യാവശ്യം നല്ലൊരു പോപ്പുലേഷൻ വിവിധ കത്തോലിക്ക വിഭാഗങ്ങളുണ്ട്. റോമൻ കത്തോലിക്ക, മലങ്കര കത്തോലിക്ക, ലാറ്റിൻ കത്തോലിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വിഭാഗങ്ങൾ ഇടപെട്ട്, CMI പോലുള്ള വിഭാഗങ്ങൾ വേറെ, ഇങ്ങനെയൊക്കെ. അതിൽ ഈ കാത്തലിക് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ തലപ്പത്ത് മാർപ്പാപ്പ ഉണ്ടെന്നുള്ളതുകൊണ്ട് കത്തോലിക്ക വോട്ട് ഉന്നം വയ്ക്കാതെയാണ് പോകുന്നത് എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല, കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് നിലവിൽ 3 അവകാശികൾ വന്ന് മുന്നിൽ നിൽക്കുകയാണ്. ഒന്ന്, അതിൻ്റെ പാരമ്പര്യ അവകാശിയായിരുന്നു UDF. പണ്ടത്തെ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങൾ കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് UDF-നാണ്. LDF ഈ വോട്ടുകളിലേക്ക് ഇടിച്ചുകയറ്റം നടത്തി. പ്രത്യേകിച്ചും പിണറായി വിജയൻ അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. അങ്ങനെ പല മുസ്ലിം വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നു. KT ജലീലിനും ഒപ്പം കൂട്ടി മുസ്ലിം വോട്ടുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മൾ നോക്കുമ്പോൾ മുൻകാലങ്ങളിലെ CPM-ൻ്റെ കൾച്ചറിന് വിരുദ്ധമായിട്ട് തൊപ്പി വെച്ച ആൾക്കാരും തട്ടമിട്ട ആൾക്കാരും ഒക്കെ ചെങ്കൊടി കയ്യിലേന്തി വരുന്ന കാഴ്ച കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ പിണറായി അവരെയൊക്കെ സംഘടിപ്പിച്ചു. പക്ഷേ 2024 ലോക്സഭാ ഇലക്ഷനിൽ കാര്യങ്ങൾ മാറി. അതിന് മുമ്പ് തന്നെ മാറിയായിരുന്നു, ഓൾമോസ്റ്റ് 2 വർഷം മുമ്പേ. എന്ന് വെച്ചാൽ കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പിക്ചർ മാറിയായിരുന്നു. ഈ കർണാടക തിരഞ്ഞെടുപ്പിനെയാണ് ഇതിൻ്റെ എല്ലാം ബേസായിട്ട് കാണേണ്ടത്. കർണാടകത്തിലെ സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസ്ഥ ആലോചിക്കുക. അവിടെ BJPക്ക് ഭരണം ഉണ്ടായിരുന്നതാണ്, കോൺഗ്രസ് പ്രതിപക്ഷത്തായിരുന്നു. ഒരു ത്രികോണ മത്സരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കാരണം അവിടെ ജനതാദളുണ്ട്, ദേവഗൗഡയുടെ വിഭാഗം. ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അന്ന് BJPക്ക് വലിയ നഷ്ടമൊന്നും വന്നില്ല. പക്ഷേ നഷ്ടം പറ്റിയത് ജനതാദളിനാണ്. 16% വോട്ടുണ്ടായിരുന്ന അവരുടെ വോട്ട് 11% താന്നു. ഈ 5% എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിൽ പോയി. അത് ഒരു മുസ്ലിം പോപ്പുലേഷൻ്റെ വോട്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം കർണാടകത്തിലുണ്ടായി. അപ്പോൾ BJP അധികാരത്തിൽ നിന്ന് ഇറങ്ങി കോൺഗ്രസ്സിന് പൂർണ്ണ ഭൂരിപക്ഷം കിട്ടി. അതോടുകൂടി കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിം ജനസമൂഹത്തെ തങ്ങളോടൊപ്പം വീണ്ടും കൂട്ടാൻ, പണ്ടൊപ്പം ഉണ്ടായിരുന്നു, വീണ്ടും കൂട്ടാനുള്ള ശ്രമം തുടങ്ങി. പല പാർട്ടികളിലായിട്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാതെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷമായത് ഞങ്ങൾക്ക് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുക,
അപ്പോൾ എങ്ങനെയെങ്കിൽ BJP നമുക്ക് അധികാരത്തിൽ ഇറക്കാം, ഇത് സാധിക്കും എന്ന് പറഞ്ഞ് അഖിലേന്ത്യാ തലത്തിൽ മുസ്ലിം സമൂഹമായിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി തന്നെയാണ് കോൺഗ്രസ് കഴിഞ്ഞ ഇലക്ഷൻ നേരിട്ടത്. ഇതും മറ്റ് പല കാരണങ്ങളും കൊണ്ടും BJPയുടെ ടോട്ടൽ സീറ്റുകൾ 63 സീറ്റ് കുറഞ്ഞു. അങ്ങനെ BJPക്ക് 240 സീറ്റ് കിട്ടുള്ളൂ. അതിന് മുമ്പ് 303 സീറ്റ് ഉണ്ടായിരുന്നു. 63 സീറ്റാണ് BJPക്ക് നഷ്ടം വന്നത്. എങ്കിലും BJPക്ക് സഖ്യകക്ഷികളുണ്ട്. അവരുടെ സഹായത്തോടെ വീണ്ടും മോഡി അധികാരത്തിൽ കയറി. മോഡി അധികാരത്തിൽ ഇറക്കാൻ പറ്റിയില്ല, പക്ഷേ BJPയുടെ വോട്ട് കുറച്ചു. അപ്പോൾ കോൺഗ്രസ് ഇതൊരു നയമായിട്ട് എടുത്തിരിക്കുന്നു. ഓരോ സംസ്ഥാനത്തും കേന്ദ്രത്തിലേക്ക് മാത്രമല്ല ഓരോ സ്റ്റേറ്റിലും നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് ന്യൂനപക്ഷ സമൂഹങ്ങളോട് പറയുകയാണ്. പഞ്ചാബിൽ സിഖുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്നു, അപ്പോൾ അല്ലാണ്ട് മാറിയിട്ടുണ്ട്, വോട്ട് AAPയിലേക്ക് മാറി. അങ്ങനെയൊക്കെ ഇതുണ്ടായി. എങ്കിലും പല ന്യൂനപക്ഷങ്ങളെയും ഒപ്പം കൂട്ടി അവരുടെ വോട്ടോട് കൂടി തിരിച്ചു വരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇപ്പോൾ വില്ലിങ്ങാണ് കോൺഗ്രസിനൊപ്പം എന്നുള്ളൊരു സന്ദേശം അവർ കൊടുക്കുന്നുണ്ട്. ഇത് കോൺഗ്രസ്സിന് മനസ്സിലാവുന്നതിന് മുമ്പേ ഇടതുപക്ഷത്തിന് മനസ്സിലായി. അത് 2024 ലോക്സഭാ ഇലക്ഷന് മുമ്പ് തന്നെ അവർക്ക് മനസ്സിലായിരുന്നു. ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായ പരാജയം ഇതും കൂടെ ചേർത്താണെന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷം പറ്റുമെങ്കിൽ ഒരു ഹിന്ദു പ്രേരണ നയത്തിലേക്ക് പോകണമെന്ന് CPM ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് അയ്യപ്പ സംഘവും നടത്തിയത്. NSSനെ SNDP ഒക്കെ ഒരുമിച്ച് കൂട്ടാൻ നോക്കിയതൊക്കെ. അതൊക്കെ എവിടം വരെ എത്തി, എത്ര വിജയിച്ചെന്ന് നമുക്കറിയാൻ മേല. പക്ഷേ അവർ ശ്രമം നടത്തി. മുസ്ലിം വോട്ടുകൾ എന്തായാലും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയൊക്കെ കൂടെ കൂട്ടാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കാന്തപുരം വിഭാഗത്തെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. CPM എല്ലാ വിധത്തിലും ശ്രമിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിലുള്ള മറ്റൊരു ശ്രമമായിട്ട് ക്രിസ്ത്യൻ സമൂഹങ്ങളെ, അതിൽ തന്നെ പ്രബലമായ കത്തോലിക്ക സമൂഹത്തെ ഒപ്പം നിർത്താൻ വേണ്ടിയല്ലേ വത്തിക്കാൻ സന്ദർശനം, അതും ഈ മാർച്ചിൽ. അത് കഴിഞ്ഞ് 2 മാസം തെരഞ്ഞെടുപ്പാണ്. അപ്പം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. അതായത് ഇലക്ഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട് വത്തേനിക്കാണി പോകണമെന്ന് പറഞ്ഞാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും വളരെ അടുത്താണത്. അപ്പോൾ ഇതിനകത്ത് ഈ BJP ഇപ്പം റോഡ് വെട്ടി അകത്തേക്ക് കയറുന്നത് കത്തോലിക്ക സമൂഹത്തിനകത്തേക്കാണ്. PC ജോർജ് ഈ റോമൻ കത്തോലിക്ക സമൂഹത്തിലെ ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ്. പഴയ കേരള കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് പാലായിൽ ജനവിധി നേടാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും അവർ കുറേ വോട്ടുകൾ സമാഹരിക്കും, സ്വാധീനിക്കും. ഷോൺ ജോർജ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ നന്നായിട്ട് പണിയെടുത്ത് പുതിയൊരു പഞ്ചായത്ത് BJP വേണ്ടി പിടിച്ചു. മുനമ്പത്ത് വഖഫ് പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ നിന്ന് ജനങ്ങൾക്കിടെ പ്രവർത്തിച്ചതും ഷോണായിരുന്നു. അത് കാരണം മുനമ്പത്ത് സമരം നടന്ന പഞ്ചായത്ത് രണ്ടും BJP വിജയിച്ചു. ഇപ്പോൾ ചുരുക്കത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാൻ ഷോണിന് കഴിവുണ്ട്, അല്ലെങ്കിൽ PC ജോർജിന് കഴിവുണ്ട്. പഴയ കേരള കോൺഗ്രസ്സുകാരാണ്, അവർക്ക് ആ ബന്ധങ്ങൾ ഉറപ്പായിട്ടുമുണ്ട്. അതുവഴി BJPയിലേക്ക് വോട്ട് വരുന്നൊരു പുതിയ ഡോറ് തുറന്നിരിക്കുന്നു. തൃശ്ശൂരിലാണെങ്കിൽ അതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ, അത് ഇന്ന മതമൊന്നുമില്ല, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ, ഇവരുടെ വോട്ട് വ്യാപകമായിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ അവിടെ ഒരാളുണ്ട്. ഇതൊക്കെ വരുമ്പോഴത്തേക്കും ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു എന്നൊരു ഭയം LDFനും UDFനും ഉണ്ട്. മറുവശത്ത് UDF ആണെങ്കിൽ ബിഷപ്പുമാരുമായിട്ടൊക്കെ ധാരണ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നോക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ജൂലൈ 18-ാം തീയതി ബിഷപ്പുമാരുമായിട്ട് UDFൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്നും പത്രത്തിൽ നിന്ന് റിപ്പോർട്ട് വന്നില്ല, പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നാണ് അറിഞ്ഞത്. അതിലുണ്ടായ ധാരണ മത നേതൃത്വങ്ങൾ ക്രിസ്ത്യൻ വോട്ടുകളെ UDFയിലേക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ സമ്മതിച്ചു എന്നും കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ജോസ് കെ മാണിയും കൂട്ടരും കൂടെ നേരെ UDFയിലേക്ക് തിരിച്ചു പോയാലോ എന്നൊരാലോചന വന്നതും പിന്നെ കുറച്ച് വിവാദം ഉണ്ടായതും സാധനം അത് നടപടിയാവില്ല എന്ന് കണ്ടപ്പോൾ പോകാണ്ടിരുന്നതല്ല. അപ്പോൾ ഇത് നമ്മൾ കണ്ടതാണ് കുറച്ച് 2-3 ആഴ്ച മുമ്പാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ UDFനെ സംബന്ധിച്ച് ക്രിസ്ത്യൻ വോട്ട് തിരിച്ചു പിടിക്കണം, സഭകളെ സംബന്ധിച്ച് UDFൻ്റെ അടുത്തേക്ക് വോട്ട് കൊണ്ടുപോകണം. അപ്പോഴും അത് UDFനാണ്. മുസ്ലിം വോട്ടുകൾ ഓൾറെഡി കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം വോട്ട് UDFനെ അനുകൂലിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ശബരിമല വിഷയം, സ്വർണ്ണക്കൊള്ള, ഈ വിഷയത്തിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കൾക്ക് ഇടതുപക്ഷത്തോട് ഇപ്പോൾ എതിർപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഗ്രൗണ്ട് മൊത്തം സെറ്റല്ല, പ്രശ്നമാണ്. ഇലക്ഷൻ തൊട്ടടുത്തായി. അപ്പോൾ പിണറായി വീണ്ടും പണ്ടത്തെ ഒരടവ്, അതായത് UDFയും സ്പ്ലിറ്റ് ചെയ്ത് ജോസഫ് ഗ്രൂപ്പ് പ്രതിപക്ഷത്തേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് വന്ന് അവരുടെ കൂടെ കൂടിയൊരു കാലമുണ്ട്. അപ്പം അദ്ദേഹം അന്ന് EMS എന്ന് പറഞ്ഞാൽ എനിക്ക് യേശുക്രിസ്തുവിനെ പോലെയാണെന്നോ മറ്റോ പറഞ്ഞു എന്നുള്ളൊരു വിവാദമൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു പഴയ കാലമുണ്ട്. ആ കാലത്തിൻ്റെ ഭാഗമാണല്ലോ ജോസഫ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വത്തിക്കാനിൽ പോയത്. അതിൻ്റെ ഒരു തനിയാവർത്തനം അല്ലെ പുനരാവർത്തനം. അന്നൊരു പക്ഷേ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ തവണ മാണി ഗ്രൂപ്പിന് വേണ്ടിയിട്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം ജോസ് കെ മാണി കൂടെ ഉണ്ടാവില്ല, പക്ഷേ അൾട്ടിമേറ്റ്ലി സന്ദേശം ക്ലിയറാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാനും
ഹസ്തദാനം ചെയ്യാനും പോകുന്നത് റോമൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ്റെ അടുത്തേക്കാണ്. അത് ഇലക്ഷന് തൊട്ട് മുമ്പുള്ള സമയം എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ക്ലിയറാണ്. അവിടെ വോട്ട് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയം ഇല്ലാതെ പിണറായി ഒരു കാര്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അദ്ദേഹം സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനാണ്. സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരന് അതിൻ്റെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം രാഷ്ട്രീയത്തിലെടുക്കുന്ന ഒരു തീരുമാനം ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എലക്ഷൻ.